നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകം പ്രതി പിടിയിൽ. അറസ്റ്റിലായ ഇതര സംസ്ഥാന തൊഴിലാളിയായ ധരംബീർ സിംഗ്. ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായക്. കുന്നംകുളത്ത് നാടകാവതരണത്തിനായി സ്ഥിരം വേദി ഒരുക്കുമെന്ന് SC മൊയ്തീൻ MLA. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമന്റെ മാൾട്ടി കുതിരയും കുടഞ്ഞും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. റിലേ മത്സരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ ഒഴികെയുള്ള സമ്മാനദാനം നടത്തി. തർക്കങ്ങൾ പരിഹരിച്ച് ജില്ലാ കായികമേളയിൽ വെച്ച് ബാക്കിയുള്ള ട്രോഫികൾ സമ്മാനിക്കുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങളാകുന്നു. പള്ളി കമ്മിറ്റി നേതൃത്വത്തിൽ പോലീസും വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഭാരവാഹികളും പങ്കെടുത്ത യോഗം ചേർന്നു. കൊടിയേറ്റം ഒക്ടോബർ 19, പെരുന്നാൾ ആഘോഷം 27, 28 തീയതികളിൽ. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലം നിർമ്മാണോദ്ഘാടനത്തിനായി ഒരുങ്ങി. ഒക്ടോബർ 27 വൈകിട്ട് 6 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് അതിഥി തൊഴിലാളിയുടെ കൊലപാതകം പ്രതി പിടിയിലായി. മദ്യപിച്ച് ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ അതിവേഗം കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായിക്കാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രി 9:30 സംഭവം. മദ്യലഹരിയിൽ ചീട്ട് കളിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ധരംബീർ സിംഗ് ബിയർ കുപ്പി പൊട്ടിച്ച് ധനശ്യാം നായിക്കിനെ കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. നെഞ്ചിലും വയറിന്റെ വലതുവശത്തും ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുന്നംകുളം പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 മാസം മുമ്പാണ് കുന്നംകുളത്തെ സ്ഥാപനത്തിൽ പ്രതി ജോലിക്കെത്തിയത്. മെഡിക്കൽ കോളേജിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന സ്വർണം, വെള്ളി, രത്നം തുടങ്ങിയവ കൈകാര്യം ചെയ്തതിൽ ക്രമക്കേടെന്ന് ആരോപിച്ച് ദേവസ്വം ഭരണസമിതിക്കെതിരെ BJP പ്രതിഷേധം സംഘടിപ്പിച്ചു. മമ്മിയൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. BJP തൃശൂർ ജില്ലാ നോർത്ത് സെക്രട്ടറി KR ബൈജു ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് K. കാളിദാസ്, മനീഷ് കുളങ്ങര, പ്രസന്നൻ വലിയ പറമ്പിൽ, ദീപക് തിരുവെങ്കിടം, പ്രദീപ് പണിക്കശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് നാടകാവതരണത്തിനായി സ്ഥിരം വേദി ഒരുക്കുമെന്ന് AC മൊയ്തീൻ MLA. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമന്റെ മാൾട്ടി കുതിരയും കുടഞ്ഞും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ നാടകാവതരണത്തിനായി സ്ഥിരം വേദിയുണ്ടായിരുന്ന സ്ഥലമാണ് കുന്നംകുളം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അത്തരം ഒരു കേന്ദ്രം ഇല്ല. നഗരസഭ സ്ഥലം കണ്ടെത്തി അനുവദിക്കുന്ന മുറയ്ക്ക് 1 കോടി രൂപ ചെലവഴിച്ച് നാടകാവതരണത്തിന് വേദിയൊരുക്കും. പ്രശസ്ത സാഹിത്യകാരൻ CV ശ്രീരാമൻ സ്മാരകത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും MLA അറിയിച്ചു. സംസാരിക്കുമ്പോൾ വാക്കുകളും പദങ്ങളും കരുതി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകരമാകുന്ന ഒരു കാലത്ത് അതിനെ ഭയപ്പെടാതെ നിർഭയമായി അഭിപ്രായം പറയുക എന്നുള്ളത് ശ്രീരാമേട്ടൻ്റെ പഴയ ചെറുപ്പം തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് പുതിയ ആശയങ്ങൾ തരുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കണ്ട കാര്യങ്ങളുടെ തന്നെ ഉൾക്കാഴ്ച, അതിന് ഇങ്ങനെയും ഒരു വശമുണ്ടല്ലോ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുന്ന കുറിപ്പുകളാണെല്ലാം. ശ്രീരാമേട്ടൻ്റെ പുസ്തകങ്ങളൊക്കെ ഒരു എഡിഷൻ മാത്രമല്ല, നിരവധി എഡിഷനുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ വക്കീല് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ബാർ അസോസിയേഷൻ്റെയും മറ്റുള്ള സംഘടനകളുടെയും ഒക്കെ റീഡേഴ്സ് ഫോറും മറ്റു സംഘടനകളും ഒക്കെയായി നാടകം മാത്രമല്ല, മറ്റു നിരവധി കലാരൂപങ്ങൾ അതിലൊരു കേന്ദ്രമായിരുന്നു. അതിന് സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. CJT സ്ഥലം തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ മനോഹരമായ നാടക അവതരണത്തിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയ ഒരു
1 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു സാധനം കൂടി കുന്നംകുളത്തുണ്ടാവും. അത് മാൾട്ടിയോടുള്ള കടപ്പാടായി. ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് PM ആതിര പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ദീപ നിശാന്ത് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യവും മനുഷ്യേതര ലോകവും എന്ന വിഷയത്തിൽ കവി PP രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി. MV നാരായണൻ, റഫീഖ് അഹമ്മദ്, KC നാരായണൻ, BK ഹരിനാരായണൻ, VC ഗീവർഗീസ്, PS ഷാനു എന്നിവർ സംസാരിച്ചു. VK ശ്രീരാമൻ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിനു ശേഷം ക്ലാവർ റാണി നാടകത്തിന്റെ അവതരണവും നടന്നു. കുന്നംകുളം റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനം നടന്നത്. എരുമപ്പെട്ടി പഞ്ചായത്ത് 55 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊടുമ്പ് സബ് സെന്റർ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കുടുംബിൽ മുരളി, ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ES സുരേഷ്, NP അജയൻ, KB ബബിത, എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, JHI KF ബാബു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. സമാപന യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മത്സരങ്ങൾ നടക്കുകയും കുന്നംകുളം ഒരു കായിക ഹബ്ബായി മാറുകയും ചെയ്തതിന്റെ വലിയ ഒരു അഭിമാനം ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ മന്ത്രിയായിരിക്കുമ്പോൾ നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്കും ഇതിൽ അഭിമാനം കൊള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ നമ്മുടെ ഈ സ്പോർട്സ് മേഖല ഉയർന്നു വരാൻ, കുന്നംകുളത്തിന്റെ പേര് ഉയർന്നു കേൾക്കാൻ സാധിച്ചത്. റിലേ മത്സരവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതിയെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ ഒഴികെയുള്ള മറ്റു മത്സര വിഭാഗങ്ങളിലെ യോഗ്യത നേടിയവർക്കുള്ള ട്രോഫികൾ മാത്രമായിരുന്നു വിതരണം ചെയ്തത്. ബന്ധപ്പെട്ടവരുമായുള്ള വിശദമായ യോഗത്തിന് ശേഷം അപാകതകൾ പരിഹരിച്ച് ഈ മാസം 16-ാം തീയതി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വെച്ച് അർഹരായവർക്ക് തന്നെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി നൽകുമെന്ന് കുന്നംകുളം AEO A മൊയ്തീൻ അറിയിച്ചു. ഓവറോൾ ചാമ്പ്യൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കിട്ടിയതുകൊണ്ട് അതിന്റെ അപ്പീൽ കമ്മിറ്റി മീറ്റിംഗ് കൂടി ഇതേ വേദിയിൽ വെച്ചാണ് 16-ാം തീയതി ജില്ലാ കായികമേള നടക്കുന്നത്. ആ കായികമേളയിൽ വെച്ചുകൊണ്ട് ഈ പരാതി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ പരിശോധന നടത്തി ആരാണോ ഓവറോളായി വരുന്നത് അവർക്കുള്ള സമ്മാനം അന്ന് വിതരണം ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ചാമ്പ്യൻ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളും ചാമ്പ്യന്മാരായി. ഗ്രൂപ്പ് ചാമ്പ്യൻ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ പന്നിത്തടം കോൺകോഡ് ഇംഗ്ലീഷ് സ്കൂൾ, സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ, ബോയ്സ് വിഭാഗത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, LP കിഡ്ഡീസ് ബോയ്സ് വിഭാഗത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ, ഗേൾസ് കിഡ്ഡീസ് വിഭാഗത്തിൽ ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ, UP കിഡ്ഡീസ് ഗേൾസ് വിഭാഗത്തിൽ കടവല്ലൂർ ഹയാത്ത് ഇംഗ്ലീഷ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും, ബോയ്സ് വിഭാഗത്തിൽ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂളും ചാമ്പ്യന്മാരായി. LP മിനി ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ കടവല്ലൂർ ഹയാത്ത് ഇംഗ്ലീഷ് സ്കൂളാണ് വിജയിച്ചത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, സജിനി പ്രേമൻ, PTA പ്രസിഡന്റ് P വേണുഗോപാൽ, GMB VHSS പ്രിൻസിപ്പാൾ A വിജയലക്ഷ്മി, ഹെഡ് മിസ്ട്രസ് PT ലില്ലി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പാലുവായി കാർഗിൽ റോഡിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് വിദ്യാർത്ഥിക്ക് പരിക്ക്. പാലുവായി പനക്കൽ വീട്ടിൽ 16 വയസ്സുള്ള എറൻസ്റ്റൊക്കെയാണ് പരിക്കേറ്റത്. ഗുരുവായൂർ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനത്തിന്റെ മുന്നോടിയായി AC മൊയ്തീൻ MLA സ്ഥല സന്ദർശനം നടത്തി.
ഒക്ടോബർ 27 വൈകിട്ട് 6 മണിക്ക് പാലം പരിസരത്ത് വെച്ച് നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി വിപുലമായ രീതിയിൽ സംഘാടക സമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. നീളവും വീതിയും വർദ്ധിപ്പിച്ച് നടപ്പാതയോടുകൂടിയ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 6 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. എരുമപ്പെട്ടി മുതൽ വേലൂർ വരെയുള്ള റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. പാലം പൂർത്തിയായാൽ ഗതാഗതം കൂടുതൽ സൗകര്യപ്രദമാവുകയും അതിവർഷത്തിൽ അനുഭവപ്പെടുന്ന വെള്ളപ്പൊക്കത്തിന് പരിഹാരമാവുകയും ചെയ്യും. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ദിലീപ് കുമാർ, ബിന്ദു ശർമ്മ, പൊതുപ്രവർത്തകരായ KM അഷ്റഫ്, കുഞ്ഞുമോൻ കരിയന്നൂർ, സുബൈർ തയ്യൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ് ഇടത് ഭരണസമിതിയെന്ന് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. നഗരസഭാ ഭരണത്തിനെതിരെ കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഗുരുവായൂർ മോചനയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വലൂർപ്പടി സെന്ററിൽ നടന്ന യോഗത്തിൽ ആണ് സമാപന സമ്മേളനം നടന്നത്. മേഖലയിലെ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാതെ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൈക്കാട് മേഖലയിൽ കഴിഞ്ഞ ദിവസം 6 പേർക്ക് നായയുടെ കടിയേറ്റ സംഭവമെന്നും ജോസ് വള്ളൂർ കുറ്റപ്പെടുത്തി. യോഗത്തിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി കോർഡിനേറ്റർ R രവികുമാർ, DCC സെക്രട്ടറി PK രാജൻ, UDF ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് KP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളിത് പറയുമ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിക്കെതിരെ, സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുമ്പോ സ്വാഭാവികമായും സഖാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയ വിരോധമൊന്നുമില്ല. അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുമ്പോ, പ്രതിഷേധിക്കുമ്പോ, പ്രതികരിക്കുമ്പോ, മുട്ടിച്ചുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോ, സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങളാകുന്നു. പള്ളി കമ്മിറ്റി നേതൃത്വത്തിൽ പോലീസും വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഭാരവാഹികളും പങ്കെടുത്ത യോഗം ചേർന്നു. പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി പള്ളി ഭരണസമിതിയുടെയും പെരുന്നാൾ സഹായ കമ്മിറ്റിയുടെയും പോലീസ്, വനംവകുപ്പ് അധികാരികൾ, ജനപ്രതിനിധികൾ, പെരുന്നാൾ പ്രാദേശിക ആഘോഷ കമ്മിറ്റികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് ഞായറാഴ്ച ചേർന്നത്. വൈകിട്ട് 3 വികാരി ഗീവർഗീസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ പള്ളിയിൽ ചേർന്ന യോഗത്തിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ വൈശാഖ്, ജിസ്വി ആന്റണി, വനംവകുപ്പ് അധികാരികൾ, ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി K ബാബു ഇട്ടൂപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുന്നാളിൽ പങ്കെടുക്കുന്ന 43 പ്രാദേശിക കമ്മിറ്റികളുടെ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് കൊണ്ട് ശ്രദ്ധേയമായ അടുപ്പുട്ടി പെരുന്നാളിൽ മുമ്പ് 50-ൽ പരം ഗജവീരന്മാർ പങ്കെടുത്തിരുന്നു. നാട്ടാന പരിപാലന ചട്ടം കർശനമാക്കിയതോടെയാണ് അത് 30-ൽ താഴെയായി ചുരുങ്ങിയത്. അടുപ്പുട്ടി പെരുന്നാളിന് ഒക്ടോബർ 19 ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സ്നേഹസന്ദേശം ഡയറക്ടർ KK ഗീവർഗീസ് റമ്പാൻ പെരുന്നാൾ കൊടിയേറ്റം നിർവഹിക്കും. ഒക്ടോബർ 27-28 തീയതികളിലാണ് പെരുന്നാൾ. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാണിപ്പയ്യൂരിൽ ബദനി പാർക്ക് ഒരുങ്ങി. 60 വർഷം വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബദനി സ്കൂളിന്റെ നാടിനായുള്ള ഉപഹാരമായിട്ടാണ് ബദനി പാർക്ക് സമർപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്ത, ബദനി ആശ്രമ സുപ്പീരിയർ തോമസ് റമ്പാൻ OAC, നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ T സോമശേഖരൻ, VK ശ്രീരാമൻ തുടങ്ങിയവർ സംബന്ധിക്കും. ചാലുശ്ശേരി പഞ്ചായത്തിലെ കവുക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ ALP സ്കൂൾ 100ാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ശതപൂർണിമയും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, അതെല്ലാം കണ്ടത്. അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കാര്യം, അതൊക്കെ മറ്റ് പല സ്കൂളുകളിലും നല്ല ക്ലാസ് മുറി, നല്ല കെട്ടിടങ്ങൾ, ഇതെല്ലാം ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതിനേക്കാളെല്ലാം ആകർഷിച്ച കാര്യം ശുചിത്വം ഉറപ്പുവരുത്തുന്നതിൽ ഈ സ്കൂളിൽ പുലർത്തിയിട്ടുള്ള നിഷ്കർഷയാണ്. സൂക്ഷ്മമായ ശ്രദ്ധയും നിഷ്കർഷയുമാണ്. അത് മറ്റ് പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്.
വളരെ മനോഹരമായൊരു അന്തരീക്ഷം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പന്തലില്ലാതെ തന്നെ ഇവിടെ ഇരിക്കാവുന്നതാണ്. നല്ല തണലുണ്ട്. സ്കൂൾ മാനേജർ എം അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ IAS മുഖ്യാതിഥിയായി. ക്ലാസുകളിലെ സ്മാർട്ട് ടിവികളുടെ ഉദ്ഘാടനം ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, SMC ചെയർമാൻ ഫൈസൽ മാസർ, ബ്ലോക്ക് മെമ്പർ ധന്യ സുരേന്ദ്രൻ, തൃത്താല BPC ദേവരാജ്, MTA പ്രസിഡന്റ് ഫർസാന, PTA വൈസ് പ്രസിഡന്റ് ജയശ്രീ, SMC അംഗം AM നൌഷാദ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ PE ജലീൽ, അധ്യാപിക നീനു പോൾ, ലീഡർ അസ്ഹ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ K ബാബു നാസർ സ്വാഗതവും PTA പ്രസിഡന്റ് ഷമീർ തച്ചറായിൽ നന്ദിയും പറഞ്ഞു. പ്രമുഖ മജീഷ്യൻ M അബൂബക്കറിന്റെ മാജിക് ഷോ, പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കിടൽ, വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിരമിച്ച അധ്യാപകരെ മന്ത്രി ആദരിച്ചു. 100ാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ ആധുനിക അടുക്കള, ഓഡിറ്റോറിയം, സോളാർ എനർജി, IT ലാബ് നവീകരണം, ക്ലാസുകളിൽ സ്മാർട്ട് TV, ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയ 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കുന്നത്. മന്ത്രി MB രാജേഷ്, മുഖ്യാതിഥി അനുപമ IAS എന്നിവർക്ക് സ്കൂൾ മാനേജർ ഉപഹാരം നൽകി. കടവലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ നവീകരണ പ്രവർത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര കവാടത്തിൽ ഭജന നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് നാമജപത്തോടെ ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ക്ഷേത്ര കവാടത്തിൽ സമാപിച്ചു. മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്തജന സമിതി ഭാരവാഹി രവി പാലത്തിങ്കുഴി ആവശ്യപ്പെട്ടു. സമിതി അംഗങ്ങളായ സുഭാഷ്, രഘുനാഥ്, പ്രസീന ഉണ്ണികൃഷ്ണൻ, കാർത്തിയായനി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കടങ്ങോട് മനപ്പടി സ്വദേശിയായ ബാബു, മങ്ങാട് പാക്കത്ത് വീട്ടിൽ സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ രൂപപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറബിക്കഥ സിനിമയിലെ വില്ലനായ സഖാവു കരുണനെ ആർക്കും മറക്കാനാകില്ല. ആവേശം അനശ്വരമാക്കിയ ശിവജി ഗുരുവായൂർ പക്ഷേ ജീവിതത്തിൽ വില്ലനല്ല. ജീവിതം തകർന്നുപോയ ദമ്പതിമാർക്ക് സംരക്ഷണം ഒരുക്കി അവർക്കായി വീട് നിർമ്മിച്ചു നൽകി നന്മയുടെ ഉദാത്ത മാതൃകയാവുകയാണ് അദ്ദേഹം. ശിവജിയുടെ ബന്ധുക്കൾ കൂടിയായ ചെറുപറമ്പിൽ ബാബുരാജ് ഗീതാ ദമ്പതികൾക്കായാണ് വീട് നിർമ്മിച്ചത്. തന്നെ ഒരുപാട് സഹായിച്ചിരുന്നയാളാണ് പ്രവാസി കൂടിയായിരുന്ന ബാബുരാജ് എന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ 10 മാസമായി. ആ 10 മാസം ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഓരോ മാസവും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ആംബുലൻസിലാണ് കൊണ്ടുപോയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കുന്നു, ഇവിടേക്ക് വരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട്, ശാരീരികമായിട്ടും അതിനേക്കാൾ അപ്പുറം മാനസികമായിട്ട് ഒരു ആരോഗ്യം അദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണത്. ഇന്ന് അദ്ദേഹത്തിന് ആ വീടിൻ്റെ ചാവി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാതെ അവരോട് ചോദിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ, ആ ഒരു മാനസിക വ്യഥ. ബാബുരാജനും ഗീതയ്ക്കും 2 ആൺമക്കളായിരുന്നു. മൂത്തയാൾ ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെയാൾ വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടുപോയി. ഇതിനിടയിൽ വീടും പറമ്പും നഷ്ടമായി. സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. ഇതോടെ 2 പേരും തകർന്നു. അടുത്തിടെ ബാബുരാജ് 2 തവണ അപകടത്തിൽപ്പെട്ടു. പലരുടെയും സഹായം കൊണ്ടായിരുന്നു ചികിത്സ നടത്തിയത്. നടക്കാൻ പോലും കഴിയാതെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയിലെത്തിയപ്പോൾ ശിവജി 2 പേരെയും തന്നോടൊപ്പം കൂട്ടി. വീട്ടിലുള്ള സൗകര്യത്തിൽ അവർക്കും കഴിയാനുള്ള ഇടമൊരുക്കി. ഭാര്യ ലിലിയും മക്കളും ശിവജിയുടെ നന്മ മനസ്സിനൊപ്പം നിന്നു. വീടിനോട് ചേർന്ന 4 സെന്റ് ഭൂമിയിൽ ചെറിയൊരു വീട് വെച്ചു. ആ സ്നേഹക്കൂടിൽ ബാബുരാജിനും ഗീതയ്ക്കും ഇനി സുഖമായി വാഴാം. ചെറുപറമ്പിൽ ക്ഷേത്രം മേൽശാന്തി സത്യനാരായണൻ വീടിൻ്റെ താക്കോൽ കൈമാറി. ചടങ്ങിൽ ബഷീർ പൂക്കോട്, ജെയ്സൺ ഗുരുവായൂർ, ഷെരീഫ് തറയിൽ, കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KB സുരേഷ്, ബാബു മാസ്റ്റർ, ജവഹർ, ഫിറോസ് തൈപ്പറമ്പിൽ, അജയ് ഘോഷ്, അമ്പിളി എന്നിവർ സന്നിഹിതരായിരുന്നു. LDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ടും വിവിധ തൊഴിലാളി ക്ഷേമ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഭാരതീയ മസ്ദൂർ സംഘം എരുമപ്പെട്ടി ഉപമേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര നടത്തി. BMS എരുമപ്പെട്ടി സെക്രട്ടറി KS കൃഷ്ണമണി ജാഥ ക്യാപ്റ്റനായി. മങ്ങാട് സെൻട്രലിൽ നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിജു കാവലക്കാട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി PV വിനോദ്, പ്രസിഡന്റ്
KM റജി, M ജയപ്രകാശ്, MK സോമൻ, PL സുന്ദര ഗണേശൻ, ജാസ്മിൻ റജി, ഐശ്വര്യ ദേവി എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 69ാം ശ്രാദ്ധാചരണത്തിന് തിങ്കളാഴ്ച സമാപനമാകും. ചടങ്ങുകൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി പറപ്പൂർ ഫൊറോന പള്ളി സഹവികാരി ഫാദർ ക്രിസ്റ്റോ മഞ്ഞളിയുടെ നേതൃത്വത്തിൽ പറപ്പൂരിൽ നിന്നുള്ള പദയാത്ര ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പദയാത്രയെ പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ സ്വീകരിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയും വൈകിട്ട് ആഘോഷമായ റാസയും നടന്നു. ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രാദ്ധദിനമായ തിങ്കളാഴ്ച വിവിധ മേഖലകളിൽ നിന്നുള്ള പദയാത്രകൾ രാവിലെ 10ഓടെ ചൊവ്വന്നൂർ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്നു നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലിത്ത മാർ തോമസ് തറയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കബറിടത്തിൽ പുഷ്പാർച്ചന, നേർച്ചയൂട്ട്, നവജാത ശിശുക്കൾക്ക് ചോറൂണ് എന്നിവയുമുണ്ടാകും. ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരവിജയികൾക്ക് സമ്മാനദാനവും നടത്തും. പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, ചാരിറ്റി സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റിൻസി, കൈക്കാരന്മാരായ TI ജോസ്, PV ജോജി, CL ടാബു, ഫാദർ AJ ഊക്കൻ സ്മാരക സമിതി പ്രസിഡന്റ് പോൾ മണ്ടുമ്പാൽ, ജനറൽ കൺവീനർ MV വിൽസൺ എന്നിവർ നേതൃത്വം നൽകും. ഡിവൈഎഫ്ഐ കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം നടന്നു. ചാട്ടുകുളം ഇട്ടിയച്ചൻ മെമ്മോറിയൽ ഹാളിൽ സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ KS സെന്തിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. TM ശ്രീരാഗ്, ശാലിനി രതീഷ്, സാനി സാം എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. മേഖലാ സെക്രട്ടറി AJ ഷൈജിത്ത് പ്രവർത്തന റിപ്പോർട്ടും കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ സംഘടന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം KB ഷിബു, CPM കുന്നംകുളം സൗത്ത് ലോക്കൽ സെക്രട്ടറി CK ലിജീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം KS ബിനോയ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു, ബ്ലോക്ക് ട്രഷറർ അഖിൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി TM ശ്രീരാഗ് പ്രസിഡന്റ്, AJ ഷൈജിത്ത് സെക്രട്ടറി, TM ശ്രീദേവ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. നാല് ദിവസങ്ങളിലായി അക്കിക്കാവ് ദീനബന്ധു മിഷൻ സെന്ററിൽ നടന്നു വന്നിരുന്ന മർത്തോമ സഭയുടെ കുന്നംകുളം സെന്റർ കൺവെൻഷൻ സമാപിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ വിവിധ ദിവസങ്ങളിലായി സെന്റർ ഗാനസംഘത്തിന്റെ ഗാനശുശ്രൂഷകളും വചനപ്രഘോഷണങ്ങളും ഉണ്ടായിരുന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 8:30 സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സെന്ററിന് കീഴിലുള്ള മറ്റു വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ കുടുംബസംഗമം നടന്നു. രോഗികൾക്കും അശരണരായവർക്കും വേണ്ടി സെന്ററും ദീനബന്ധു മിഷനും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അധ്യക്ഷ പ്രസംഗത്തിൽ എപ്പിസ്കോപ്പ അഭിനന്ദനം അറിയിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം സെക്രട്ടറി സാം കെ ഉദുപ് മുഖ്യവചന സന്ദേശം നൽകി. തുടർന്ന് ഗായക സംഘത്തിന്റെ ഗാനശുശ്രൂഷകളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ദീനബന്ധു മിഷൻ ഡയറക്ടറും കൺവെൻഷൻ പ്രസിഡന്റുമായ ഫാദർ ലിനു ജോർജ്, കൺവീനർ MK ജോയ്, ട്രഷറർ PC റോബർട്ട്, വിവിധ ഇടവക ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയും കാർക്കിനോസ് ഹെൽത്ത് കെയർ ലിമിറ്റഡും സംയുക്തമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ടുഗദർ ടുവേഡ്സ് ബെറ്റർ ക്യാൻസർ കെയർ എന്ന പേരിൽ നടത്തിയ സെമിനാർ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ രാമദാസ്, ഡോക്ടർ സഞ്ജയ് ആന്റണി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആശുപത്രി ട്രഷറർ മോൻസി P അബ്രഹാം, ഡോക്ടർ ബാബു മാത്യൂസ്, ഡോക്ടർ എലിസബത്ത് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, ടെക്നീഷ്യന്മാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നേതാക്കളായ KV ഷാനവാസ്, HM നൌഫൽ, PV ബദറുദ്ദീൻ, K നവാസ്, C മുസ്താഖ് അലി, അനീഷ് പാലയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ചും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KK റസാഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവിൽ നടത്തിയ നൈറ്റ് മാർച്ചിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആഷിഖ് ഖാദിരി,
നിഷ അരേക്കത്ത്, സെക്രട്ടറിമാരായ MM അബ്ദുൾ, CK സുലൈമാൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, ട്രഷറർ, സെക്രട്ടറിമാർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷനായി. നേതാക്കളായ KV ഗീവർ, വാസു കോട്ടോൽ, മിഷ സെബാസ്റ്റ്യൻ, AM നിതീഷ്, രാധാകൃഷ്ണൻ, ജ്യോതിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചൊവ്വല്ലൂർപ്പടിയിൽ നടന്ന പൊതുയോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, ബ്ലോക്ക് ഭാരവാഹികളായ ബാലചന്ദ്രൻ പൂലോത്ത്, NA നൌഷാദ്, ജോയ് ചെറിയാൻ, ജേസൺ ചാക്കോ, AP ബാബു മാസ്റ്റർ, ആൻഡോ ലിജോ, MM മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് BV ജോയ്, RM ബഷീർ, ഷാജു തരകൻ, ഷക്കീർ കേച്ചേരി എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M&T ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ആൽത്തറ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുൽ അലി അധ്യക്ഷത വഹിച്ചു. ഉമ്മർ മുക്കണ്ടത്ത്, അഡ്വക്കേറ്റ് KK ഷിബു, ശ്രീധരൻ മക്കാലിക്കൽ, അജയ്കുമാർ, P രാജൻ, PP ബാബു, ഷുക്കൂർ മന്ദലാങ്ങുന്ന് ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കത്തോലിക്ക കോൺഗ്രസ് മരത്തൻകോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. യോഗം ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോസ് മണ്ടുമ്പാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ നാളൂർ അവകാശ സംരക്ഷണ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രസ്റ്റി തോമസ് ചക്രമാക്കിൽ, ബേബി മേക്കാട്ടുകുളം, ജെയിംസ് വടക്കൻ, റെഞ്ചി മണ്ടുമ്പാൽ, ജിജോ ചാഴൂർ, ജോൺസൺ TF, വിക്ടോറിയ മെജോ, സുമ ജോൺ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ 68ാം വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാര ഭവനിൽ നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KVVES സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിനെ ആദരിച്ചു. SSLC+2 വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും നൽകി. KVVES ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ, ജില്ലാ സെക്രട്ടറി MK പോൾസൺ എന്നിവർ മുഖ്യാതിഥികളായി. CMA ജനറൽ സെക്രട്ടറി ജോജി തോമസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KK സേതുമാധവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CMA വൈസ് പ്രസിഡന്റുമാരായ CT തമ്പി, KK നടരാജൻ, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ, AS രാജൻ, സെക്രട്ടേറിയറ്റ് മെമ്പർ RS ഹമീദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷഹീർ, വനിതാ വിംഗ് പ്രസിഡന്റ് ഫാഡിയ ഷഹീർ, യൂത്ത് വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ ജെഫിൻ ജോണി, വനിതാ വിംഗ് ഗുരുവായൂർ മണ്ഡലം ചെയർപേഴ്സൺ KK രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KN സുധീർ സ്വാഗതവും സെക്രട്ടറി PS അക്ബർ നന്ദിയും പറഞ്ഞു. CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാന്ത്വന പരിപാലന സേന രൂപീകരണവും ഏകദിന പരിശീലന ക്യാമ്പും നടത്തി. സാന്ത്വന പരിപാലന രംഗത്ത് ക്രിയാത്മകമായി ഇടപെടുവാനും അത്യാഹിത സന്ദർഭങ്ങളിൽ സംയോജിതമായി പ്രവർത്തിക്കാനുമുള്ള സേനയുടെ പരിശീലന ക്യാമ്പ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. തിപ്പലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സൗത്ത് ലോക്കൽ സെക്രട്ടറി KE സുധീർ അധ്യക്ഷത വഹിച്ചു. നോർത്ത് ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ, നേതാക്കളായ MN മുരളീധരൻ, KB ജയൻ, പത്മം വേണുഗോപാൽ, PI രാജേന്ദ്രൻ, MK മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ ഡോക്ടർ T അജിത്ത്, പാലിയേറ്റീവ് ട്രെയിനർ V ബാലരാമൻ, നഴ്സ് ഷെറി K ജോൺ എന്നിവർ വിവിധ ക്ലാസുകൾക്കും പരിശീലനത്തിനും നേതൃത്വം നൽകി. വരവൂർ പഞ്ചായത്ത് നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ കേരളത്തിനകത്ത് നിന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. നമ്മളിവിടെ താരതമ്യപ്പെടുത്തുമ്പോൾ മുൻകാലങ്ങളിൽ എങ്ങനെ, ഇപ്പോൾ എങ്ങനെ, മുൻകാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നോ അല്ല, ഇപ്പോൾ ഈ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി ഗ്രാമപഞ്ചായത്തുകളെ സഹായിക്കുന്ന രീതി, കുടുംബശ്രീയെ സഹായിക്കുന്ന രീതി, തൊഴിലുറപ്പ് മേഖലയെ സഹായിക്കുന്ന രീതി, ഇങ്ങനെ ഓരോന്നും താഴെ തട്ടിൽ ദാരിദ്ര്യമില്ലാതെ ആവാൻ വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന ഇടപെടൽ ചെറുതല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ വികസനരേഖ പ്രകാശനം ചെയ്തു. BDO K അൻസാർ അഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ് എന്നിവർ വിഷയാവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VG ദീപു പ്രസാദ്,
പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, TA ഹിദായത്തുള്ള, വിമല പ്രഹ്ലാദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P പ്രീതി എന്നിവർ സംസാരിച്ചു. ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സൗജന്യമായി സ്ഥലം അനുവദിച്ച അബ്ദുൾ നാസർ, സംസ്ഥാനതലത്തിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ വരവൂർ CDS, പഞ്ചായത്ത് ഓഫീസിന് സ്ഥലം വിട്ടു നൽകിയ വിജയകുമാർ മുളയ്ക്കൽ, ലൈഫ് ഭവന പദ്ധതിക്കായി സ്ഥലം അനുവദിച്ച ഈങ്ങത്ത് പ്രഭാകരൻ, ITI പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ അഭിജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. എടക്കഴിയൂരിൽ നടത്തിയ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ LSGD അസിസ്റ്റന്റ് ഡയറക്ടർ V ജയരാജൻ, സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങളുടെ അവതരണം നിർവഹിച്ചു. DMC ലൈഫ് മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ V ആന്റണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് സുഹ്ര ബക്കർ സ്വാഗതവും VEO TC ശശിധരൻ നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകമ്പൽ കമ്മിറ്റിയുടെ വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് പഴഞ്ഞി പെരുന്തുരുത്തിയിൽ നിന്ന് തുടക്കമായി. 3ാം തവണയും LDF തുടരുമെന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയുടെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, ജാഥ ക്യാപ്റ്റൻ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാന് പതാക കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ TC ചെറിയാൻ, വൈസ് ക്യാപ്റ്റൻ PK രവീന്ദ്രൻ, മാനേജർ NK ഹരിദാസൻ എന്നിവരെ വിവിധ സംഘടനാംഗങ്ങൾ ഹാരാർപ്പണം നടത്തി. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK മണികണ്ഠൻ, ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, CPI നേതാക്കളായ പ്രേംരാജ് ചുണ്ടലാത്ത്, KT ഷാജൻ മാസ്റ്റർ, NCP നേതാവ് PC സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ജാഥയ്ക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകി. വിവിധ വാർഡുകളിൽ പര്യടനം നടത്തിയ ശേഷം ജാഥ തിങ്കളാഴ്ച വൈകിട്ട് ചിറക്കൽ സെന്ററിൽ സമാപിക്കും. സമാപന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്യും. പൗരസ്ത്യ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ അസോസിയേഷൻ ആർത്താറ്റ് ജില്ലാ അധ്യാപക സമ്മേളനം നടന്നു. വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് പള്ളിയിലെ MGM സൺഡേ സ്കൂളിൽ ചേർന്ന സമ്മേളനം കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫാദർ മാത്യൂസ് K ബർസൗമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ ഗീവർഗീസ് ജോൺസൺ ക്ലാസ് നയിച്ചു. ഫാദർ CM എഡ്വി മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രാസന ഡയറക്ടർ ഡോക്ടർ KC ലോബ്സൺ, കൈസ്ഥാനി KM ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഇൻസ്പെക്ടർ PI ബെന്നി, ജില്ലാ സെക്രട്ടറി പ്രിമ എഡ്വി, ഹെഡ് മാസ്റ്റർ KC തമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. കല്ലുംപുറം ജംഗ്ഷനിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലെന്ന ആരോപണം. അപകടങ്ങൾ കുറയ്ക്കുവാൻ സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറത്ത് സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായ നിലയിലാണ്. ശനിയാഴ്ച രാവിലെ സ്കൂട്ടറും കാറും തമ്മിൽ ഉണ്ടായ അപകടത്തിൽ ചാലിശ്ശേരി സ്വദേശി 58 വയസ്സുള്ള ചീരൻ വീട്ടിൽ ബാബു മരിച്ചിരുന്നു. മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങൾക്ക് ജംഗ്ഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴഞ്ഞി, ചാലിശ്ശേരി, തൃശൂർ, കുറ്റിപ്പുറം എന്നീ 4 ഭാഗങ്ങളിലേക്കും പോകുന്ന പ്രധാന ജംഗ്ഷനായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. എന്നാൽ റോഡിൽ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഒന്നുമില്ല. റോഡിലെ അപകട ഭീഷണി കുറയ്ക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. കുന്നംകുളത്തുനിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വാഹനങ്ങൾക്കാണ് അപകട ഭീഷണി കൂടുതലെന്ന് നാട്ടുകാർ പറയുന്നു. കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് വളരെ അടുത്തെത്തിയ ശേഷമേ ചാലിശ്ശേരി റോഡിലേക്ക് തിരിയുന്ന വാഹനങ്ങൾ കാണാനാകൂ എന്നതാണ് പ്രധാന അപകട കാരണം. ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടും അധികൃതർ നടപടി ഊർജിതമാക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. കുറച്ചുകാലം പോലീസ് സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി. നിലവിൽ സീബ്ര ലൈനുകളോ അപകട സാധ്യത കൂടിയ മേഖല എന്ന് രേഖപ്പെടുത്തിയ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ല. സംസ്ഥാനപാതയിൽ ഇരുദിശകളിലേക്കുമുള്ള ബസ് സ്റ്റോപ്പുകളിലേക്കെത്തുന്ന കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈനും മാഞ്ഞ നിലയിലാണ്. നിലവിൽ തൃശൂർ കടവല്ലൂർ റോഡ് നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളൊരുക്കി ജംഗ്ഷൻ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം സ്പോർട്സ് സബ് ഡിവിഷനിലെ അത്ലറ്റിക്സ് താരങ്ങൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജേഴ്സികൾ സമ്മാനിച്ചു. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ കായിക താരങ്ങൾക്ക് ജേഴ്സികൾ കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ PI റസിയ, ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, ജിനേഷ് തെക്കേക്കര, PM ബെന്നി, രാകേഷ് രാജ്, PTA പ്രസിഡന്റ് P വേണുഗോപാൽ, കായികാധ്യാപകൻ PM ശ്രീനേഷ്,
സ്പോർട്സ് ഡിവിഷൻ പരിശീലകൻ കുര്യാക്കോസ് മാത്യൂസ് എന്നിവർ സംസാരിച്ചു. നിഷ്കാമ കർമ്മ എന്ന ആദർശമുയർത്തി 23 വർഷക്കാലമായി ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന എക്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. റോഡപകടങ്ങളിലും മറ്റ് അത്യാഹിതങ്ങളിലും 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനത്തിനു പുറമെ മഴുവഞ്ചേരിയിലെ എക്സ് സേവനാലയം കേന്ദ്രീകരിച്ച് ഫിസിയോതെറാപ്പി സേവനം, ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ വിതരണം, IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പുകൾ, ആശുപത്രികളുടെയും ആരോഗ്യ സംഘടനകളുടെയും സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി സാമൂഹ്യ സുരക്ഷാ ട്രെയിനിംഗ് ക്യാമ്പുകൾ, ബോധവൽക്കരണ സെമിനാറുകൾ തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങളും സേവനങ്ങളും പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്ന എക്സ് കേച്ചേരി ബ്രാഞ്ചിന് 10 ലക്ഷത്തിലധികം രൂപ വാർഷിക പ്രവർത്തന ചെലവ് വരുന്നുണ്ട്. ചൂണ്ടൽ, കണ്ടാണശ്ശേരി, കൈപ്പറമ്പ്, വേലൂർ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന എക്സ് കേച്ചേരി ബ്രാഞ്ചിന് നിലവിൽ 13 സജീവ യൂണിറ്റുകൾ ഉണ്ട്. ഈ പ്രദേശങ്ങളിൽ യൂണിറ്റ് കമ്മിറ്റികളാണ് പിരിവിന് നേതൃത്വം നൽകുന്നത്. വർഷത്തിൽ 1000 രൂപ സംഭാവന നൽകുന്ന കൈത്താങ് പദ്ധതി വഴിയും വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന കൂപ്പൺ പിരിവ് വഴിയും സാധാരണക്കാരായവരിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ കൊണ്ടാണ് എക്സ് കേച്ചേരി ബ്രാഞ്ച് നിലനിന്നു പോകുന്നത്. പ്രവർത്തന ഫണ്ട് സമാഹരണത്തിനെത്തുന്ന യൂണിറ്റ് ഭാരവാഹികളോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് എക്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM ഹുസൈൻ അഭ്യർത്ഥിച്ചു. കടപ്പുറം പഞ്ചായത്ത് ലീഗ് കെട്ടുങ്ങൽ 10ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും കുടുംബസംഗമവും ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നാസർ പൊന്നാക്കാരൻ അധ്യക്ഷത വഹിച്ചു. ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യാതിഥിയായി. പ്രമുഖ പ്രഭാഷകൻ മുനീർ ഹുദവി വിളയിൽ, ലീഗ് ജില്ലാ സെക്രട്ടറി PV ഉമ്മർകുഞ്ഞി, നിയോജകമണ്ഡലം പ്രസിഡന്റ് RP ബഷീർ, ജനറൽ സെക്രട്ടറി AH സൈനുൽ ആബിദിൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് BK സുബേർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച വെളിച്ചമാണ് തിരുദൂതർ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചാ സംഗമം ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ EM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പില വാൻസ്റ്റാർ ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് P മുനീർ സമാപന പ്രസംഗം നിർവഹിച്ചു. സെക്രട്ടറി അനീസുദ്ദീൻ K സ്വാഗതവും PR സെക്രട്ടറി ഷഹീദ് പാലിയത്ത് നന്ദിയും പറഞ്ഞു. പെരുമ്പില വാൻസ്റ്റാർ വിമൻസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന ബിരുദദാന സമ്മേളനം പണ്ഡിതനും വാഗ്മിയുമായ TK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഗസയിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളെ മനസ്സിലാക്കാത്ത, അതിനോട് അനുഭവം പ്രകടിപ്പിക്കാത്ത ആളുകൾ മനുഷ്യകുലത്തിന് പുറത്താണെന്ന് ഫാറൂഖ് പറഞ്ഞു. ചടങ്ങിൽ കോളേജ് മാഗസിൻ വൈഖരിയുടെ പ്രകാശനം നടന്നു. B.Ed മികച്ച വിജയം കൈവരിച്ചവരെയും കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, JRF തുടങ്ങിയ അക്കാദമിക മികവുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ MS, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഹിബ, കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ EA കുഞ്ഞഹമ്മദ്, ഷാജു മുഹമ്മദ് ഉണ്ണി, ഡോക്ടർ നജീബ് മുഹമ്മദ്, ഡോക്ടർ ഷംസു ഫിർസൌദ് എന്നിവർ സംസാരിച്ചു. ചർമ്മം കോട്ടപ്പടി ചൊവ്വലൂർ പറഞ്ചുകുട്ടി മകൻ ജോസ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഡൽഹി പോലീസിൽ റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു പരേതൻ. സിസിലി ജോസ് ഭാര്യയും സിജോ ജോസ്, ജോളി, ജിക്സൺ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നെടിയേടത്ത് വാസന്തി നിര്യാതയായി. 60 വയസ്സായിരുന്നു. സുബ്രഹ്മണ്യൻ ഭർത്താവാണ്. മിഥുൻ, സുമിത എന്നിവർ മക്കളാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8-ന് ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. അഞ്ഞൂർ ഒലക്കെങ്കിൽ കൊച്ചാപ്പു മകൻ ലാസർ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മേഴ്സി ഭാര്യയും ലിംസി, ലിംസൺ, ലിംന എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്തെ അതിഥി തൊഴിലാളിയുടെ കൊലപാതകം പ്രതി പിടിയിൽ. അറസ്റ്റിലായ ഇതരസംസ്ഥാന തൊഴിലാളിയായ ധരംബീർ സിംഗ്. ചീട്ട് കളിക്കുന്നതിനിടെ അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി 19 വയസ്സുള്ള പ്രിന്റു എന്ന് വിളിക്കുന്ന ധനശ്യാം നായക്. കുന്നംകുളത്ത് നാടകാവതരണത്തിനായി സ്ഥിരം വേദി ഒരുക്കുമെന്ന് SC മൊയ്തീൻ MLA. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമന്റെ മാൾട്ടി കുതിരയും കുടഞ്ഞും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു.
കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നു വന്നിരുന്ന വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. റിലേ മത്സരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതിയെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ ഒഴികെയുള്ള സമ്മാനദാനം നടത്തി. തർക്കങ്ങൾ പരിഹരിച്ച് ജില്ലാ കായികമേളയിൽ വെച്ച് ബാക്കിയുള്ള ട്രോഫികൾ സമ്മാനിക്കുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം എന്ന വിശേഷണമുള്ള അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് ഒരുക്കങ്ങളാകുന്നു. പള്ളി കമ്മിറ്റി നേതൃത്വത്തിൽ പോലീസും വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഭാരവാഹികളും പങ്കെടുത്ത യോഗം ചേർന്നു. കൊടിയേറ്റം ഒക്ടോബർ 19, പെരുന്നാൾ ആഘോഷം 27, 28 തീയതികളിൽ. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലം നിർമ്മാണോദ്ഘാടനത്തിനായി ഒരുങ്ങി. ഒക്ടോബർ 27 വൈകിട്ട് 6 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. AC മുദ്ദീൻ MLA സ്ഥലം സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.